ഹായ്, ഞാൻ അങ്ങനെ എൻ്റെ റിക്കവറിയുടെ സെക്കൻഡ് സ്റ്റേജിലാണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു കംപ്ലീറ്റ് സ്പ്ലിൻറ്റ് ലൈഫിനെ പറ്റി. 1.5 മാസം ഉണ്ടായിരുന്നു എനിക്ക് ആ സ്പ്ലിൻറ്റ് ലൈഫ്. അത് കഴിഞ്ഞിട്ട് ഞാൻ ഡോക്ടറെ കണ്ടു. ഡോക്ടർ എനിക്ക് തന്നതാണ് ഈ ഡിവൈസ്. ഇത് ഒരു ഹിഞ്ച് ബ്രേസസ് ആണ്. ഇതിൻ്റെ സപ്പോർട്ടോടുകൂടിയാണ് എൻ്റെ അടുത്ത 1.5 മാസം ഞാൻ കഴിച്ചു കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കണ്ടിന്യൂ ചെയ്യാണ്. ഏകദേശം 1 മാസത്തോളമായിട്ട് ഞാനിപ്പോൾ ഇത് യൂസ് ചെയ്യുന്നു. ഇത് ടൈനോർ എന്ന് പറയുന്ന ബ്രാൻഡിൻ്റെ ഒരു ഹിഞ്ച് ബ്രേസസ് ആണ്. ഞാനിതാദ്യമായിട്ടാണ് കാണുന്നതും കേൾക്കുന്നതും ഒക്കെ ഡോക്ടർ പറഞ്ഞപ്പോൾ. അപ്പോൾ എനിക്ക് ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു എന്താണിതെന്ന് അറിയാനുള്ളത്. അപ്പോൾ എൻ്റെ ഫ്രണ്ട്സിനോടൊക്കെ ഞാൻ ചോദിച്ചപ്പോൾ അവരും ഇതൊന്നും കണ്ടിട്ടുണ്ടായിരുന്നില്ല. ഫാമിലി ആർക്കും ഇതിനെപ്പറ്റി ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഡോക്ടറെ കണ്ട് ഇറങ്ങിയപ്പോൾ തന്നെ ഞാൻ വേഗം ഗൂഗിളൊക്കെ ചെയ്ത് നോക്കി എന്താ ഈ സാധനം എന്നറിയാൻ. അപ്പോൾ അങ്ങനെ സാധനം കണ്ടുപിടിച്ചു. അങ്ങനെ ഡോക്ടർ പറഞ്ഞ സ്ഥലത്തു നിന്ന് നമ്മളിത് ഓർഡർ ചെയ്ത് മേടിക്കുകയായിരുന്നു. അപ്പോൾ ഞാൻ ഈ വീഡിയോ ഇടാനുള്ള കാരണം വെച്ചാൽ എനിക്ക് ഇങ്ങനൊരു ഡിവൈസ് എനിക്കൊരു പുതിയ ഒരു അറിവായിരുന്നു. ഇങ്ങനെ ഒരു സാധനം ഉണ്ടെന്നും ഇത് എത്രമാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന കാര്യങ്ങളും ഇതിൻ്റെ ഉപയോഗങ്ങളെ പറ്റിയൊക്കെ എനിക്കൊരു പുതിയ അറിവും അനുഭവമായിരുന്നു. അപ്പോൾ ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപയോഗപ്പെടുമായിരിക്കും എന്നൊരു പ്രതീക്ഷയിലും നിങ്ങളെ ഇതൊന്ന് പരിചയപ്പെടുത്താൻ കൂടിയാണ് ഞാനിങ്ങനൊരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ എനിക്കൊരു സർജറിയുടെ ഭാഗമായിട്ട് ഞാൻ ഒരു 1.5 മാസത്തോളം സ്പ്ലിൻറ്റിലായിരുന്നു. അന്നേരം കൈ ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റും പാടില്ലാത്ത അത്രമാത്രം റെസ്റ്റിലായിരുന്നു എൻ്റെ ഒരു സ്റ്റേജ്. കൈ ഇങ്ങനെ സ്റ്റിഫായി പോരുന്ന ഒരു അവസ്ഥയായിരുന്നു. 1.5 മാസം കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ ഡോക്ടറെ കണ്ടുകഴിഞ്ഞപ്പോൾ നമുക്ക് ഹിഞ്ച്ഡായിട്ടുള്ള ഈ ബ്രേസസിലേക്ക് മാറി. അപ്പോൾ ഞാൻ ഈ ഡിവൈസിനെ നിങ്ങൾക്കൊന്ന് പരിചയപ്പെടുത്തുകയാണ്. ഇത് ടൈനോർ എന്ന് പറഞ്ഞ ബ്രാൻഡിൻ്റെയാണ്. ഇത് യൂണിവേഴ്സൽ സൈസാണ് വരുന്നത്. എനിക്കിപ്പോൾ എൻ്റെ എൽബോയ്ക്കാണ് പ്രശ്നം. അതുകൊണ്ടാണ് ഈ ഒരു പാറ്റേണിലുള്ള ഹിഞ്ച്ഡായിട്ടുള്ള ബ്രേസസ് എനിക്ക് തന്നിരിക്കുന്നത്. ഇതിൻ്റെ പലതരം സാധനങ്ങളുണ്ട്. നിങ്ങളുടെ ഏത് ഭാഗത്തിനാണോ എന്ന് വെച്ചാൽ കാലിനുള്ളത് കാലിനുണ്ട്, റിസ്റ്റിനുള്ളതുണ്ട്, അങ്ങനെ ഓരോ രീതിയിൽ ഇതിന് അവൈലബിളാണ്. ഇത് യൂണിവേഴ്സൽ സൈസായിട്ടാണ് വരുന്നത്. പിന്നെ നമുക്ക് ഇതിൻ്റെ സൈസ് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റും. അതായത് ഇതിൻ്റെ ഈ ലെങ്ത്ത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ടോ, ഈ ഒരു സാധനം പൊക്കിയാൽ ഇത് കുറച്ചും കൂടെ നീളും. വേണമെങ്കിൽ നമുക്കിത് കുറച്ചും കൂടെ അടുപ്പിച്ചിടുകയും ചെയ്യാം. അതുപോലെ തന്നെ ഇവിടെ നമ്മുടെ ഇപ്പോൾ എൻ്റെ കൈയുടെ അത്രയും സൈസായിരിക്കില്ല വേറൊരു കൈ. അപ്പോൾ എനിക്കിവിടെ ലെങ്ത്ത് കുറവാന്ന് തോന്നുന്നു. അതുകൊണ്ട് ഞാനിപ്പോൾ ഇത് ടൂലായിട്ടിരിക്കുന്നത്. അത് എനിക്ക് ഭയങ്കര കംഫർട്ടബിളാണ്. അപ്പോൾ ഇത് ഒരു സ്റ്റെപ്പും കൂടെ നമുക്ക് വേണമെങ്കിൽ പൊക്കിയിടാം. അങ്ങനെ അഡ്ജസ്റ്റ് ചെയ്താൽ എനിക്ക് വേണ്ടെങ്കിൽ ഇത് കുറച്ചും കൂടെ ജസ്റ്റ് വെരി സിമ്പിളാണ്. അഡ്ജസ്റ്റ് ചെയ്ത് ഇട്ടാൽ മതി. അപ്പോൾ ഇത് ചെറുതായി. അതുപോലെ തന്നെ ഇതും നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തിടാം. വളരെ സിമ്പിളായിട്ട് നമുക്ക് തന്നെ ചെയ്യാവുന്ന രീതിയിലാണ് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്. പിന്നെ ഇതിൻ്റെ ബെൽറ്റുകൾ മൊത്തം വെൽക്രോയാണ്. അപ്പോൾ നമുക്ക് എപ്പോൾ വേണമെങ്കിൽ ഊരാം, ഇടാം, അങ്ങനെ ഒരു പ്രശ്നമില്ല. നമുക്ക് നനയുന്ന സിറ്റുവേഷനൊക്കെ ഊരി വയ്ക്കാം, കുളിക്കാം, അങ്ങനെയൊക്കെ ഉള്ള ഒരുപാട് ഗുണങ്ങൾ സ്പ്ലിൻറ്റിനെ വെച്ചിട്ട് ഇതിനുണ്ട്. പിന്നെ ഇതിൻ്റെ അകത്തൊരു സ്പോഞ്ച് പോലൊരു സാധനം വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇതിൻ്റെ ഷാർപ്പ് എഡ്ജസ് ഒന്നും നമുക്ക് കയ്യിൽ മുട്ടത്തൊന്നുമില്ല. വളരെ കംഫർട്ടബിളായിട്ടാണ് ഇതിൻ്റെ ഡിസൈനിങ് എല്ലാം. പിന്നെ വരുന്ന ഇതാണ് ഇതിൻ്റെ മേജർ പാർട്ട്. ഇതിൽ വരുമ്പോൾ ഇതിന് 2 സെറ്റ് ഓഫ് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. അതായത് നമ്മുടെ കൈ അകത്തേക്ക് പോകുന്നതും കൈ പുറത്തേക്ക് പോകുന്നതും. അപ്പോൾ അകത്തേക്ക് പോകുന്നതിന് സപ്പോർട്ട് ചെയ്യുന്നതാണ് ഈ കാണുന്ന മാർക്കിങ്സ്. ഈ മാർക്കിങ്സിൽ നമുക്ക് 0 to 120 മാർക്കിങ്സ് വരുന്നുണ്ട്. ഇതിൽ എൻ്റെ കേസിൽ എനിക്ക് അകത്തേക്ക് മൂവ്മെൻറ്റിന് പ്രശ്നമില്ല. അതുകൊണ്ട് ഡോക്ടർ എനിക്ക് ഫുൾ മൂവ്മെൻറ്റ് ഇതിന് അലൗ ചെയ്തിട്ടുണ്ട്. ഓരോ പേഷ്യൻസിനനുസരിച്ച് അതിന് മാറ്റം വരുന്നതായിരിക്കും. എനിക്ക് കൈ തുറക്കുന്ന ആ ഒരു പ്രോസസ്സിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. അപ്പോൾ ഡോക്ടർ എനിക്ക് ആദ്യം ഇതിപ്പോൾ 90 to 0 ആണ് നമ്മുടെ ഈ ആംഗിൾ പോകുന്നത്. 0 എന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ്ലി നിവർന്നു വരും. അപ്പോൾ എനിക്ക് 90 ഡിഗ്രിയിൽ നിന്ന് ഞാൻ 40 ഡിഗ്രിയിലിട്ടാണ് ഡോക്ടർ എനിക്ക് ആദ്യം ഇത് തന്നത്. അപ്പോൾ പതുക്കെ ഞാൻ 40യിലേക്ക് എത്തിക്കുകയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത്. ഇങ്ങനെ 40യിലെത്തി അങ്ങനെ ഇപ്പം ഞാൻ കറൻ്റ്ലി 20യിലാണ് ഇട്ടേക്കുന്നത്. 20 വരെ എത്തിയിട്ടുണ്ട്. ഇനി എനിക്കൊരു 2 ആഴ്ച കൊണ്ട് ഇത് 0യിൽ എത്തിക്കണം. അതാണ് എൻ്റെ കറൻറ്റ് സിറ്റുവേഷൻ. പിന്നെ ഇതിൽ വരുന്നൊരു അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് വെച്ചാൽ ഈ ലോക്ക് താഴേക്ക് ഇട്ടിട്ടുണ്ടെങ്കിൽ കൈ പിന്നെ മുഖത്തില്ല, അകത്തേക്ക് ആവത്തില്ല, പുറത്തേക്ക് ആവത്തില്ല, കംപ്ലീറ്റ്ലി ലോക്കായി.
അപ്പോൾ നമുക്കിപ്പം ഉറങ്ങുന്ന സമയത്തൊക്കെ കൈ മൂവ്മെൻറ്റ് നമുക്ക് ഓർമ്മയുണ്ടാവില്ലല്ലോ എങ്ങിട്ടാണ് പോകുന്നത്. അപ്പോൾ അങ്ങനത്തെ സിറ്റുവേഷനിൽ ഞാൻ ചെയ്യുന്നതാണ്, ഞാനിത് ലോക്ക് ചെയ്ത് വയ്ക്കും. അപ്പോൾ പിന്നെ അത് അനങ്ങത്തില്ല, അത് അങ്ങനെ തന്നെ ഇരിക്കും. അപ്പോൾ എപ്പോഴും ഒരു സ്പ്ലിൻറ്റിൻ്റെ ഒരു ഫീൽ ഉണ്ടാവുകയും ചെയ്യും. എന്നാൽ നമുക്ക് കാറ്റ് കയറും, നമുക്ക് വേണ്ടാത്തപ്പോൾ ഊരി വയ്ക്കുകയും ചെയ്യാം. അപ്പോൾ അങ്ങനെ വളരെ കംഫർട്ടബിളായിട്ടുള്ളൊരു ഡിവൈസാണ് ഈ കാണുന്ന ഹിഞ്ച്ഡ് ബ്രേസസ്. എൻ്റെ സർജറിയുടെ ഡീറ്റെയിൽസ് ഒന്നും ഞാൻ എൻ്റെ ഫസ്റ്റ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എനിക്ക് ചെയ്തിരുന്നത് ഒരു ലിഗമെൻറ്റ് റീപ്ലേസ്മെൻറ്റ് സർജറിയാണ്. അത് ഒരു ആക്സിഡൻറ്റ്, വർഷങ്ങൾക്ക് മുമ്പ് നടന്ന ഒരു ആക്സിഡൻറ്റിൻ്റെ ഭാഗമായിട്ട് ആണ് എനിക്കിത് പറ്റിയത് ശരിക്കും. അത് അന്ന് എൻ്റെ കൈ ഒന്ന് ഡിസ്ലൊക്കേറ്റ് ആയിരുന്നു. അതിനുശേഷം എനിക്കറിയില്ല എന്തുകൊണ്ടാണ് പിന്നീട് ഈ കുറച്ച് 2 വർഷങ്ങൾക്ക് മുമ്പ് മുതൽ എനിക്ക് കണ്ടിന്യൂസ് എൽബോ ഡിസ്ലൊക്കേറ്റ് ആവുക. അതായിരുന്നു എൻ്റെ പ്രശ്നം. അപ്പോൾ MRI സ്കാനിലൂടെ നമ്മൾ കണ്ടുപിടിച്ചു കൈയുടെ ലിഗമെൻറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട്. അതോടൊപ്പം തന്നെ അവിടെ ഒരു ചെറിയ ഫ്രാക്ചറുണ്ട്. ഈ രണ്ട് ബോണിൻ്റെ ഇടയ്ക്ക് വരുന്ന ഭാഗത്തായിരുന്നു ഫ്രാക്ചർ ഉണ്ടായിരുന്നത്. അപ്പോൾ ഈ ഫ്രാക്ചർ നമുക്ക് ബോൺ ഗ്രാഫ്റ്റിങ്ങിലൂടെ അതിനെ നമ്മൾ സെറ്റാക്കി അതുപോലെ ആ പൊട്ടിപ്പോയ ലിഗമെൻറ്റിനെ റീപ്ലേസ് ചെയ്യുകയും ചെയ്തു. ഈ പറയുന്ന ബോൺ ഗ്രാഫ്റ്റിനുള്ള ബോൺ എൻ്റെ ബോഡിയിൽ നിന്ന് തന്നെ എടുത്ത് അതോടൊപ്പം തന്നെ ലിഗമെൻറ്റും എൻ്റെ കാലിൽ നിന്നാണ് എടുത്തേക്കുന്നത്. അപ്പോൾ ഇത് രണ്ടിൻ്റെ ഹീലിംഗ് പീരീഡും അതോടൊപ്പം തന്നെ ഇത് റീകൺസ്ട്രക്റ്റ് ചെയ്യാനുള്ള ഒരു സമയമാണ് ഞാൻ എൻ്റെ കൈക്ക് കൊടുത്തേക്കുന്നത്. അതിൻ്റെ ഒരു കാലഘട്ടത്തിൽ കൂടിയാണ് ഞാനിപ്പോൾ കടന്നു പോകുന്നത്. ഒട്ടും എളുപ്പമല്ല ഈ ഒരു സ്റ്റേജ് കടന്നു കിട്ടുക എന്നുള്ളത്. കാരണം ഒന്നാമത് വലത്തെ കൈയാണ്, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. പക്ഷേ ഇത് വന്നതോടുകൂടി ഞാൻ ഏകദേശം ഒരു നോർമൽ ലൈഫിലേക്ക് തിരിച്ചെത്തിയെന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ രസം എന്താണെന്നറിയോ, ഞാൻ ആദ്യം ഡോക്ടറെ കൺസൾട്ട് ചെയ്യുന്ന സമയത്ത് ഡോക്ടറിനോട് പറഞ്ഞു ഇങ്ങനെ സർജറി വേണം, സ്പ്ലിൻ്റ് ഇടേണ്ടി വരും, കുറച്ച് നാൾ കഴിയുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു ഹിഞ്ച്ഡ് ബ്രേസസ് അവൈലബിൾ ആണ്, അതിലേക്ക് മാറാം എന്നൊക്കെ പറഞ്ഞു. അപ്പം ഞാൻ ഈ പേര് ആദ്യമായിട്ട് കേൾക്കായതുകൊണ്ട് ഞാൻ ഇങ്ങനെ ഭയങ്കര ക്യൂരിയസ് ആയിരുന്നു, ഇതെന്ത് സാധനം. അപ്പോൾ ഞാനിങ്ങനെ ഓർത്ത് വെച്ചിരുന്ന് ഞാൻ റൂമിൽ നിന്ന് ഇറങ്ങിയപ്പോൾ തന്നെ വേഗം ഗൂഗിൾ ചെയ്തൊക്കെ നോക്കി എന്ത് സാധനമാണിത്, ഇത് ആദ്യമായിട്ട് കേൾക്കില്ല. അപ്പോൾ ഇതിൻ്റെ പിക്ചറൊക്കെ തെളിഞ്ഞു വന്നു. അങ്ങനെയാണ് ഞാൻ ആദ്യമായിട്ട് ഈ സാധനത്തെ പരിചയപ്പെടുന്നത്. പിന്നെ ഡോക്ടർ നമുക്കൊരു നമ്പർ തന്നിരുന്നു. ആ നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ടാണ് നമ്മൾ ഈ സാധനം ബുക്ക് ചെയ്ത് വരുത്തിയായിരുന്നു. കൊച്ചി തന്നെയാണ്, എറണാകുളത്ത് തന്നെയാണ് അവരുടെ ഷോപ്പും കാര്യങ്ങളൊക്കെ. പിന്നെന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡോക്ടർ വേറൊരു കാര്യം കൊണ്ട് പറഞ്ഞിരുന്നു, സ്പ്ലിൻ്റ് നമുക്ക് അധികം നാൾ വേണ്ട, ഒരു 2 ആഴ്ച കഴിയുമ്പോഴേക്കും നമുക്ക് സ്റ്റിച്ചൊക്കെ എടുത്ത് കഴിയുമ്പോൾ ഇങ്ങനെ ഈ സാധനത്തിലേക്ക് മാറ്റാം എന്ന് പറഞ്ഞു. അപ്പോഴും ഞാൻ ഭയങ്കര ത്രില്ലായിരുന്നു. സ്പ്ലിൻ്റ് എനിക്കറിയാമല്ലോ, ഏകദേശം ഭയങ്കര ബുദ്ധിമുട്ടാണെന്ന് നമുക്കറിയാം. ആ സാധനമാണ് പിന്നീട് 2 ആഴ്ച കഴിയുമ്പോൾ ഇതാവും എന്ന് പറഞ്ഞ ആ സ്ഥാനത്താണ് 1.5 മാസം എന്നോട് സ്പ്ലിൻ്റിലേക്ക് പൊക്കോളൂ എന്ന് പറഞ്ഞ് വിട്ടത് ആഫ്റ്റർ സർജറി. അത് ശരിക്കും എനിക്ക് ഭയങ്കര വിഷമമായിരുന്നു. കാരണം സ്പ്ലിൻ്റിൻ്റെ ഒരു ഇത് അറിയാവുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഭയങ്കര സങ്കടമായിരുന്നു ആ സമയത്ത്. ഒന്നാമത്തെ ഇതെന്താണെന്നറിയാനുള്ള ക്യൂരിയോസിറ്റിയും ഇത് മേടിക്കാനുള്ള ഒരു വ്യഗ്രത എനിക്ക് ഭയങ്കര കൂടുതലായിരുന്നു. അപ്പോൾ ഡോക്ടർ പറഞ്ഞു വേണ്ട, 1.5 മാസം കഴിഞ്ഞ് ബുക്ക് ചെയ്താൽ മതി, അപ്പോഴേ അവർ തന്നോളും എന്നൊക്കെ പറഞ്ഞപ്പോൾ ഞാൻ വീണ്ടും ഓക്കെ. ആ 1.5 മാസം ഇതിനെ സ്വപ്നം കണ്ടായിരുന്നു ഞാൻ കഴിച്ചു കൂട്ടിയത്. അങ്ങനെ 1.5 മാസം കഴിഞ്ഞ് ഡോക്ടറെ കണ്ട് ഞാൻ ഇതിലേക്ക് ഷിഫ്റ്റായി. ഇപ്പോൾ 1 മാസം കഴിഞ്ഞിരിക്കുന്നു ഇതുമായിട്ട് എൻ്റെ ജീവിതം മുന്നോട്ട് പോകുന്നത്. ഇത് ഇട്ടിട്ട് ആദ്യമൊക്കെ എൻ്റെ ബൈസെപ്സ് മസിലും ഈ ഏരിയ മൊത്തം പെയിനായിരുന്നു, കാരണം ഞാൻ അനക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പതുക്കെയാണ് ആ വേദനകളൊക്കെ ഒരു 1.5-2 ആഴ്ച കൊണ്ടാണ് ഇവിടത്തെയൊക്കെ വേദന. ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ ഇവിടെയൊക്കെ വേദന വരുമെന്ന്. പക്ഷേ ഈ കാണുന്ന എല്ലാ മസിലും സ്റ്റിഫായിപ്പോയി 1.5 മാസം കൊണ്ട്. അതിനുശേഷം ഇങ്ങനെ പതുക്കെ ഞാൻ ഇപ്പം വേദനയൊന്നുമില്ല, മസിൽസിന് വേദനയൊന്നുമില്ല, പക്ഷേ എൽബോൻ്റെ അവിടെ ഉള്ള പെയിനുകളൊക്കെ ഉണ്ട്. എന്നാലും സഹിക്കാവുന്ന കാര്യങ്ങളെ എനിക്കിപ്പോൾ ഉള്ളൂ. അതുകൊണ്ട് അതിൽ നമ്മളിങ്ങനെ വളരെ സമാധാനത്തോടെ കൈ നിവർത്തി വരുന്നു. ആദ്യമൊക്കെ ഇങ്ങനെ ഞാൻ ചെറിയ നമ്പറിലിട്ടിട്ടാണ് നിവർത്തിയിരുന്നത്. ആദ്യം ഡോക്ടർ 40-ലിട്ടാണ് എനിക്ക് തന്നെങ്കിലും ഞാൻ പിന്നീട് അത് 80-ലേക്ക് ഇട്ടു. കാരണം 90-ലായിരുന്നു എൻ്റെ കൈ ഇരുന്നത്, 80-ലിട്ടു. 80 വരെ എത്തിച്ച് എനിക്കൊരു കോൺഫിഡൻ്റ് ആയ ശേഷം ഞാൻ 70-ലിട്ടു. 70-ലൊരു കോൺഫിഡൻസ് ആയിട്ട് ഞാൻ 60-ലിട്ടു.
അങ്ങനെ അങ്ങനെ പതുക്കെ പതുക്കെയാണ് ഞാൻ ഈ ഇപ്പം എത്തിയിരിക്കുന്ന 20 വരെ എത്തിച്ചത്. പക്ഷേ ഈ 20ന്ന് 10 ഓർ 0-ൽ എത്തിച്ചിട്ട് വരാനാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ആഗ്രഹം 0-ൽ എത്തിക്കണം എന്നാണ്. അപ്പോൾ എനിക്ക് ചെയ്ത സർജറി ULC എന്ന് പറഞ്ഞ ലിഗമെൻറ്റിൻ്റെയാണ്. അപ്പം നമുക്ക് ഈ എൽബോയ്ക്ക് കംപ്ലീറ്റ് കവർ ചെയ്യുന്ന ലിഗമെൻ്റാണിത്. അപ്പോൾ ഒരു കാരണവശാലും എൻ്റെ കൈ 0ൻ്റെ അപ്പുറത്തേക്ക് പോകരുത്. അത് ആ ഒരു ലിഗമെൻറ്റിനെ മാക്സിമം വലിക്കുകയാണല്ലോ. അപ്പോൾ അങ്ങനെ പോവാതിരിക്കാൻ ഞാൻ മാക്സിമം ശ്രദ്ധിക്കണം. അതിന് എനിക്ക് ഇതിൻ്റെ സപ്പോർട്ട് ഭയങ്കര ഹെൽപ്പ് ചെയ്യും. കാരണം ഇത് 0 വരെ പോകത്തുള്ളൂ. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്ക് കൈ അബദ്ധവശാൽ പോലും പോകരുത് എന്ന ഒരു ഇൻസ്ട്രക്ഷൻ എനിക്ക് ഡോക്ടർ തന്നിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് ഇപ്പോഴത്തെ എൻ്റെ ഒരു സ്റ്റേജ്. നമ്മുടെ ഈ 1.5 മാസത്തെ കാലഘട്ടം നമ്മളിങ്ങനെ കൈ അനക്കാണ്ട് വെച്ച് കഴിഞ്ഞിട്ടുണ്ടല്ലോ, നമുക്ക് ഭയങ്കര ആൻസൈറ്റി ആയിരിക്കുമല്ലോ. എന്താവും, ഇനി അങ്ങോട്ട് എന്താവും, എനിക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, അങ്ങനെയൊക്കെ ഇരുന്ന് ഇതിൽ വന്നിട്ട് നമ്മൾ ആദ്യമായിട്ട് കുറച്ച് സമയം എടുത്തു. ഒരു 1.5 ആഴ്ച കൊണ്ടാണ് എൻ്റെ കൈ വായിലെത്തിയത്. അതിന് വരെ ഇതിങ്ങനെ പോകുമായിരുന്നു, ഈ ഒരു വരെ എത്തുമായിരുന്നു. പക്ഷേ ഇങ്ങനെ വരിക എന്നത് എനിക്കൊരു സ്വപ്നമായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം. അത്രയ്ക്ക് ആഗ്രഹിച്ച് ഞാൻ നേടിയെടുത്തതാണ്. ഞാൻ എന്നിട്ട് അമ്മയോടൊക്കെ വിളിച്ചു പറയും, അമ്മ ഭക്ഷണം കഴിക്കാൻ പറ്റി എന്ന് പറയണ ഒരു അവസ്ഥയൊക്കെ എനിക്കുണ്ടായിട്ടുണ്ട്. അത് നമ്മൾ സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണെങ്കിലും അത് ചെയ്യാൻ പറ്റാണ്ടായിട്ട് വീണ്ടും ചെയ്യുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. അതിൽ കൂടെയൊക്കെ ഞാനിങ്ങനെ പോവുമായിരുന്നു കുറച്ച് നാളുകളായിട്ട്. അതോടൊപ്പം തന്നെ എൻ്റെ പഴയ റൊട്ടീനായ ജിമ്മിൽ പോകാൻ പറ്റി. ജിമ്മിൽ എനിക്ക് അപ്പർ ബോഡി ഒന്നും ചെയ്യാൻ പറ്റില്ല, വെയ്റ്റിൻ്റെ ഒരു കാര്യം ചെയ്യാൻ പറ്റില്ല. പക്ഷേ ചെറിയ മീൻസ് ലോവർ ബോഡി കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റി. ആദ്യം ഞാൻ കാർഡിയോ ആണ് തുടങ്ങിയത്. കാർഡിയോ ചെറുതായിട്ടൊക്കെ ചെയ്തു. കാർഡിയോ മാത്രം ചെയ്തു കുറച്ച് നാളുകൾ. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പതുക്കെ ലോവർ ബോഡിയുടെ ലെഗിൻ്റെ ഒക്കെ ചെയ്യാൻ തുടങ്ങി. അങ്ങനെ ചെറിയ രീതിയിൽ ആ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകുന്നുണ്ട്. അതും ഒരു ടൈം പാസ്സാണ്. അതും ഒരു അച്ചീവ്മെൻ്റ് എന്ന് തന്നെ പറയാം. ഏറ്റവും വലിയ സന്തോഷം വന്നത് ഈ ഫുഡ് കഴിക്കാൻ പറ്റിയതാണ്. ഭയങ്കര ഹാപ്പി. അതോടൊപ്പം തന്നെ ഒരു കപ്പ് ചായ ഇങ്ങനെ പിടിച്ച് കുടിക്കുക എന്നൊക്കെ പറയുന്നതൊക്കെ വലിയ കാര്യങ്ങളായിട്ട് മാറിയ ഒരു സ്റ്റേജ് എനിക്ക് എൻ്റെ ലൈഫിൽ കിട്ടി. ഇപ്പോഴത്തെ എൻ്റെ ഏറ്റവും വലിയ ഇതെന്ന് വെച്ചാൽ ടേബിളിൽ ടച്ച് ചെയ്യാനാണ്. അപ്പം ഞാനിങ്ങനെ ഓരോ തവണ ഓരോ ടാസ്ക് വയ്ക്കും എനിക്ക് തന്നെ. ഞാൻ പറഞ്ഞല്ലോ, ഇത് 40-ലെത്തുക, 30-ലെത്തുക, അങ്ങനെ അതിനൊപ്പം തന്നെ ഇങ്ങനെ ഇപ്പോൾ ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് ഒരു ആംഗിൾ വെച്ചിട്ട് വേണം കൈ നിവർത്താൻ. ആ ആംഗിൾ അല്ലാതെ ചെയ്യുന്നതൊക്കെ ഫോൾസ് ആയിട്ടായിരിക്കും എന്നൊക്കെ പറഞ്ഞ് ഡോക്ടറുടെ ഒരു ടിപ്സ് കാര്യങ്ങളൊക്കെ ഉണ്ട്. ആ വഴി കൂടെയൊക്കെയാണ് ഞാൻ പോകുന്നത്. പിന്നെ ഞാൻ ചെയ്തൊരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, വേറൊരു കാര്യം ഞാൻ പറയാൻ മറന്നുപോയി. ഇതിൻ്റെ കൂടെ ഒരു ബെൽറ്റ് കൂടി വരുന്നുണ്ട്. നമുക്ക് കഴുത്തേ കൂടി ഇതിന് ഒരു സപ്പോർട്ട് എടുക്കും. ഇപ്പോൾ 90 ഡിഗ്രിയിലോ 80 ഡിഗ്രിയിലോ ഒക്കെ ആണെങ്കിൽ നമുക്ക് സപ്പോർട്ട് കിട്ടുന്ന ഒരു ബെൽറ്റും കൂടെ ഇതിൻ്റെ കൂടെ വരുന്നുണ്ട്. അപ്പോൾ ഞാൻ ആദ്യത്തെ ഒരു 2 ആഴ്ചത്തോളം ഞാൻ ഈ ബെൽറ്റിൽ നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞിട്ട് ഞാൻ കൈ ബെൽറ്റില്ലാണ്ട് കൈ ഓപ്പൺ ആക്കിയിട്ടു. അപ്പോൾ ഈ ഒരു ഏത് ഇതിലാണോ എൻ്റെ കൈ കിടക്കുന്നത് അവിടം വരെ ഞാൻ പോലും അറിയാണ്ട് വെയിറ്റ് വന്ന് പതുക്കെ നിവരാൻ തുടങ്ങി. അങ്ങനെ ഒരു ഉപയോഗം കിട്ടി എനിക്കിത് വെച്ചിട്ട്. അപ്പോൾ ഈ ഒരു 50 വരെയൊക്കെ എനിക്ക് വളരെ കൂളായിട്ട് എത്താൻ പറ്റി. 40 വരെയൊക്കെ ഏകദേശം, കാരണം ആ ഒരു ഡെയിലി നമ്മളിങ്ങനെ തൂക്കിയിടുമ്പോൾ പതുക്കെ അത് നിവരുമല്ലോ. ആ ഒരു നിവരലിൻ്റെ ഒരു അഡ്വാൻറ്റേജ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. പക്ഷേ നമ്മുടെ കൈ നമ്മൾ എപ്പോഴും ഫുള്ളിങ്ങനെ നിവർത്തിയിടാത്ത ഒരു സ്റ്റേജാണ്. നമ്മളിങ്ങനെ ഒരു ഹോൾഡ് ചെയ്തൊക്കെ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ഈ 20 to 0 എനിക്ക് അത് അങ്ങോട്ട് വർക്കാവണില്ല. അപ്പോൾ അത് ഞാൻ കഷ്ടപ്പെട്ട് ഇങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഓപ്പൺ ചെയ്യലാണ്. ഇപ്പം എനിക്ക് വെച്ചിരിക്കുന്ന ടാസ്ക് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കൈ ഇങ്ങനെ ടേബിളിൽ ടച്ച് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ടച്ച് ചെയ്യുമ്പോൾ തന്നെ ഒരു ഭയങ്കര സന്തോഷം. പക്ഷേ അങ്ങനെ ഹോൾഡ് ചെയ്യാൻ പറ്റുന്നില്ല. ഇങ്ങനെ പതുക്കെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇനിയിപ്പോൾ 0 ഉണ്ട്, ഒരു 10 ഒക്കെ എത്തിക്കഴിയുമ്പോഴേക്കും ഞാൻ അത്യാവശ്യം കംഫർട്ടബിൾ ആവും. കാരണം 0 എന്നത് എൻ്റെ ഒരു മാക്സിമമാണ്. ആ ഒരു മാക്സിമത്തിലേക്ക് ഞാൻ ഗ്രാജുവലി എത്തുള്ളൂ. കാരണം ഇനിയുണ്ട് ഒരു 2 ആഴ്ചയും കൂടി. ആ 2 ആഴ്ചക്കുള്ളിൽ ഞാൻ ആ ഒരു ഗോൾ അച്ചീവ് ചെയ്യും. എന്നിട്ട് വേണം നമുക്ക് നമ്മുടെ ബാക്കി കാര്യങ്ങളിലേക്ക്. കൈക്ക് ബലം എന്ന് പറയുന്ന സാധനമൊന്നുമില്ല, കൈ മൂവ്മെൻറ്റ് ആയിട്ടേ ഉള്ളൂ.
അതോടൊപ്പം തന്നെയാണ് എനിക്ക് കൈ തുറക്കുക, കൈ ഇങ്ങനെ മലന്ന് വരിക എന്നതും എനിക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യമായിരുന്നു. അതും ഞാൻ ഇങ്ങനെ ഈ ഡിവൈസ് ഊരിയിട്ട് വേണം അതിൽ ഞാൻ ചെയ്തുകൊണ്ടിരുന്നത്. അതും ഞാനിങ്ങനെ ഗ്രാജുവലി ചെയ്താണ് സെറ്റാക്കി എടുത്തത്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എൻ്റെ പുതിയ അപ്ഡേറ്റ്സുമായിട്ട് ഇനി വരുന്നതായിരിക്കും. അതോടൊപ്പം ഞങ്ങളുടെ കുറച്ച് റൈഡിങ് അല്ല, കുറച്ച് യാത്രയുടെയൊക്കെ വീഡിയോസ് ഉണ്ട്. അതൊക്കെ എഡിറ്റ് ചെയ്യാനൊക്കെ ഇരിക്കുന്നു. അതൊക്കെ ആയിട്ട് കാണാം. അപ്പോൾ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.